ജസ്റ്റിന് ഇന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? എക്സിറ്റ് പോൾ ഫലമൊക്കെ പുറത്തു വന്നതിന് ശേഷം ഈ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെയുള്ള ആഹ്ലാദ ഈ പ്രകടനം. ആവശ്യമില്ലാത്ത പ്രയോഗങ്ങളൊന്നും അതിന് വന്നിട്ടില്ല, പദപ്രയോഗങ്ങളൊന്നും വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് കോൺഗ്രസ്സുകാർ പൊതുവെ എല്ലാവരും അവരെ കുറച്ച് സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്. കാരണം അവർ കേരളത്തിലെ 10 സർവേയിലും, കേരളവുമായി ബന്ധപ്പെട്ട് നടത്തിയ 10 സർവേയിലും യു ഡി എഫ് തന്നെയാണ് വരും എന്നുള്ളവർക്ക് മനസ്സിലായി. മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും പല സർവേയിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളുണ്ട്. വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ 10 സർവേയിലും യു ഡി എഫ് തന്നെ വരുമെന്ന് ഉറപ്പായി. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇനിയെങ്കിലും എല്ലാവരും ഐക്യത്തോടുകൂടി മര്യാദയ്ക്ക് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അണികളും പണ്ടേ അങ്ങനെയാണ് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം ഇനി ഒരുപക്ഷെ ഇവരുടെ ഉള്ളിൽ ഒരു അടി ഉണ്ടെങ്കിലും അതെ, അത് പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അവർ ചെയ്യേണ്ടുന്നൊരു കാര്യം. പക്ഷേ നമ്മൾ ഈ എക്സിറ്റ് പോൾ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഇവരുടെ യു ഡി എഫിനുള്ളിലുള്ള അടി പരസ്യമായിരുന്നു. അതെ. അപ്പം ജനങ്ങൾക്ക് മുന്നിൽ ഇവർ തന്നെ അങ്ങ് സ്വയം പരിഹാസ്യരായി മാറുന്ന ഒരു അവസ്ഥ അവർ തന്നെ സൃഷ്ടിച്ചെടുത്തതാണ്. പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് മാറി അത് നല്ലൊരു എന്താണ് തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് എത്തിയെന്ന് നമുക്ക് പറയാം. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഈ ഭരിക്കാൻ അങ്ങനെ വരുന്നത്. തെളിഞ്ഞ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോഴും ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരിക്കുന്നത് 80-85, ആക്സിസ് മൈ ഇന്ത്യയാണ് 90ഓളം പ്രവചിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കോൺഗ്രസിന്റെയും വി ഡി സതീഷിന്റെ ഒക്കെ അവകാശവാദം എന്ന് പറയുന്നത് 100+ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ 100+ലേക്ക് തൊട്ടിട്ടില്ല. 100ൽ ഒരു എക്സിറ്റ് പോൾ പോലും 100 എന്ന സംഖ്യ പറഞ്ഞിട്ടില്ല. അതെ. അപ്പോൾ ഈ അങ്ങനെ തൊടാത്ത ഒരു എക്സിറ്റ് പോൾ ഫലം വരുമ്പോൾ അതിന്റെ ആത്മവിശ്വാസക്കുറവാണോ ഈ യു ഡി എഫിൽ പ്രകടമാകുന്നതെന്നൊരു ചോദ്യം അല്ല ആ കുറവിൻ്റെ പ്രസക്തിയില്ല. സാധാരണ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴത്തെ കയറ്റിയേ പറയുള്ളൂ, എന്നാലേ അണികൾക്കൊക്കെ ഒരു ഒരു ഉത്സാഹം വരുള്ളൂ എന്നുള്ളത് സത്യമാണ്. ഇവിടെ നമ്മൾ ഈ സർവേയുടെ ഫലം അനുസരിച്ച് നോക്കുമ്പോൾ നമുക്കൊരു 76-77 തൊട്ട് ഒരു 80+ എന്നുള്ളത്, നമ്മൾ ആ സർവേയിൽ എത്ര 81 നമ്മൾ പറഞ്ഞത്, നമ്മൾ 80+, 80+. അതെ, 80+ ആണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ വലിയൊരു സ്വീപ്പ് വരെയാണെങ്കിൽ അത് വലിയ തോതിൽ യു ഡി എഫിന് സഹായം വരാം. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതൊരു കാര്യം, 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് വീണ്ടും ഭരിക്കുന്നത്. മുഖ്യമന്ത്രി ആരായിക്കോട്ടെ, മന്ത്രി ആരായിക്കോട്ടെ, ഈ സർക്കാർ നേടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? അന്നത്തെ രൂപീകരണമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അവർ രാഷ്ട്രീയക്കാർ പരിഹരിച്ചോളും. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഖജനാവ് കാലിയാണ്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വരാൻ പോകുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരം എടുത്ത് തലവയ്ക്കേണ്ട അവസ്ഥയാണ്. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് വേണം കോൺഗ്രസ് ആദ്യം അവർ ചിന്തിച്ച് ചർച്ച നടത്തി ആ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുപോകണം. മുഖ്യമന്ത്രി ആണെങ്കിലും ധനകാര്യമന്ത്രി ആണെങ്കിലും ഒക്കെ തന്നെ അവർ ഇക്കാര്യത്തിൽ ഒരുപാട് ഭാരം ചുമക്കേണ്ടി വരും. ഒപ്പം നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ മൊത്തം ഇവർ കിഫ്ബി എന്ന് പറഞ്ഞാൽ കടമാറ്റ പൈസയാണ്. ഈ കടമാറ്റ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? മനസ്സിലായില്ലേ? കടം വാങ്ങി ആഡംബര ജീവിതം നയിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരുടെ ലോൺ എടുത്ത് കാർ മാറ്റി കൊട്ടാരം പണിയുന്ന പോലെ ഒരു അതേ നയമാണ് നമ്മുടെ ഗവൺമെന്റ് സ്വീകരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായി തരണം ചെയ്യാൻ കഴിഞ്ഞാൽ, അവർ നല്ല ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും തമ്മിലടിയും പ്രശ്നമൊന്നുമില്ലാതെ ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുകയും കേരളത്തിലെ കൂടുതൽ നല്ല വ്യവസായങ്ങൾ ആർഷികയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് പിടിച്ചിരിക്കാൻ കഴിയും. യു ഡി എഫിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് അതിനെ കൊണ്ട് സാധിക്കും എന്നതിന് സാധിക്കും. കാരണം എത്രയൊക്കെ നമ്മൾ ഈ CPM അല്ലെങ്കിൽ എൽ ഡി എഫിലെ മറ്റു ഘടകകക്ഷികളൊക്കെ വിമർശിച്ചെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ നമുക്ക് എടുത്തു പറയാവുന്ന ഓരോ പദ്ധതിയുടെയും പിന്നിൽ ഒരു കോൺഗ്രസ് ഭരണത്തിന്റെ കയ്യൊപ്പാണ് അവിടെ വന്നിട്ടുള്ളത്. തുടങ്ങി വെച്ചതോ പകുതിയാക്കി വെച്ചതോ ആയത് ഇവർ പൂർത്തീകരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ക്രെഡിറ്റ് ഞങ്ങൾക്കാണെന്ന് പറയുന്നു. ഇപ്പോൾ വിഴിഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ കൊച്ചി മെട്രോ ആണെങ്കിലും 100 കണക്കിലുണ്ട്. പെയിന്റ് അടിച്ചിട്ട് പെയിന്റ് ബക്കറ്റ് നമ്മുടെ ആളുകൾ കൊണ്ടുപോകുന്ന ആ ഒരു അതേ രീതിയിൽ ഇവർ ക്രെഡിറ്റ് കൊണ്ടുപോകും എന്നുള്ള വ്യത്യാസം. അല്ല, അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് വിഭജനമൊക്കെ നടക്കുമ്പോൾ ഒരുപക്ഷെ വ്യവസായ വകുപ്പൊക്കെ മുസ്ലിം ലീഗിനാണ് സാധാരണ വ്യവസായ വകുപ്പ് കിട്ടാറുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ വകുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള അദ്ദേഹമാണ് വ്യവസായ മന്ത്രിയെങ്കിൽ അദ്ദേഹം നല്ല ദീർഘവീക്ഷണമുള്ള ആളാണ് വ്യവസായങ്ങളുടെ കാര്യത്തിൽ. ഇവിടെ ആദ്യം ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തി എനിക്കിപ്പോൾ ഓർമ്മ. 2001 ആന്റണി മന്ത്രിസഭ നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിന്റെ കാര്യത്തിൽ പലപ്പോഴും ഇല്ലാതായി പോകുന്ന ഈ പറഞ്ഞ ദീർഘവീക്ഷണമാണ്. എന്തും ചെയ്തു ഇപ്പോഴത്തേക്ക് എന്താ അത് ചെയ്തു കൂട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് അതിനുശേഷമുള്ളത് എന്താണെന്നുള്ളത് പലരും ചിന്തിക്കാറില്ല. അപ്പോൾ അതിന്റെ ഒരു പോരായ്മ ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ അച്യുതമേനോൻ മന്ത്രിസഭയാണ് ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് കാര്യം അടിത്തറയിട്ടത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി, നമ്മളെ പേപ്പർ ഡാം, കെൽട്രോൺ, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു വെച്ചിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ തന്നെ പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇടുക്കി നമ്മളിപ്പോൾ പവർ കട്ട് നമ്മൾ രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇടുക്കി ഡാമിൻ്റെ പിന്നെ അതിൻ്റെ അപ്ഡേറ്റ് ഇല്ല.
ഇടുക്കി ഡാം വരുമ്പോൾ പിന്നെ അതിനെങ്ങനെ അതിനെ നന്നാക്കി എടുക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അത് പിന്നീട് അതിന് മാറ്റം വരുത്താൻ്റെ മെഷീനറിയെക്കുറിച്ച് ഒക്കെ തന്നെ നമ്മൾ ശരിക്കും ചർച്ച ചെയ്ത് അവർ മുന്നോട്ട് പോകേണ്ടതാണ്. പിന്നെ ഈ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇപ്പോൾ വി ഡി സതീശൻ എന്ന ആ ഒരു നിലയിലേക്ക് എത്തി എന്ന് തന്നെ നമുക്ക് വേണം തോന്നാൻ. ഒരു നിശബ്ദമാണ് അതിനാൽ അതെ, എങ്കിൽ പോലും മുസ്ലിം ലീഗ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകാം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയായിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ മാത്രമല്ല വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് അദ്ദേഹം തന്നെയാണ്. അതിനൊരു സംശയമില്ല. നല്ല അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് പെട്ടതാണ്. മാത്രമല്ല സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ കെ സി വേണുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വരികയാണെങ്കിലുള്ള രണ്ട് പ്രശ്നങ്ങൾ, 2 ബൈ-ഇലക്ഷൻ നടത്തേണ്ടി വരും എന്നുള്ളതാണ്. അത് പലപ്പോഴും നമ്മൾ ഈ ആരംഭത്തിലെ കല്ലുകടി എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു വിഷയം വരും. കെ സി വേണുഗോപാൽ കേരളത്തിലെ മുഖ്യമന്ത്രി സർവ്വതാ യോഗ്യനാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ അദ്ദേഹം ദേശീയ തലത്തിൽ വലിയ നേതാവായി നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് കേരളം പോലെ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രിയായിരിക്കണം. നല്ല ഡൽഹി കേന്ദ്രീകരിച്ച് അവിടുത്തെ ഇനിയിപ്പോൾ അടുത്ത 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരവില്ല, 2026 അപ്പോൾ അതിനുവേണ്ടി സജ്ജമാക്കുകയും കഴിഞ്ഞ തവണത്തെ കാര്യം നമുക്കറിയാം. BJP വിചാരിച്ച പോലെ അവർക്ക് വിജയം ഉണ്ടായില്ല. അന്ന് കോൺഗ്രസ് ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണി വലിയ പ്രശ്നമില്ല പോയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അവർക്ക് നല്ലൊരു വിജയം നേടാൻ കഴിയുമായിരുന്നു. പക്ഷേ തലനാരിക്കന്നവിടെ പോയി. ഇത് ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് നയിക്കുന്നത് നരേന്ദ്രമോദിയാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിൽ വളരെ ശക്തനായ ചെറുകുറക്കുള്ള ഒരുപാട് ആളുടെ ആവശ്യമുണ്ട്. ചിലപ്പോൾ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനെ ഇങ്ങോട്ട് വിടാൻ അനുവദിക്കാതെ ഇരിക്കാം. കാരണം രാഹുൽ ഗാന്ധി സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയൊരു ബലമാണ് ഈ കെ സി വേണുഗോപാലുള്ളതൊക്കെ തന്നെ. അപ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് വി ഡി സതീശനെ പോലെ താരതമ്യേന ചെറുപ്പമായി ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ AK ആന്റണിക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ് മുഖ്യമന്ത്രി അദ്ദേഹം. അങ്ങനെ ഈ യുവത്വത്തിന് പ്രാധാന്യം ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരൊരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മുൻകാലങ്ങളിലാണെങ്കിലും നോക്കുകയാണെങ്കിൽ. ഈ 37ാമത്തെ വയസ്സിൽ AK ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ഇന്ന് ആർക്കും സാധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. AK ആന്റണി 30 ദിവസമായിട്ടുള്ള KPC പ്രസിഡന്റായ ആളാണ്. ഒരു ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ ഇതെല്ലാം ആയ ആൾ അന്നത്തെ കാലത്ത് മുതിർന്ന നേതാക്കന്മാർ ഈ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. മനസ്സിലായി. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. നമ്മൾ നെടുമങ്ങാടുണ്ടായിരുന്ന അദ്ദേഹം അന്തരിച്ചു പോയി, K ശങ്കരനാരായണപിള്ള എന്ന് പറയും. കേരളത്തിൽ ഗതാഗത മന്ത്രിയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് S ആയിരുന്നു, പിന്നീട് ഇടതുമുന്നണി ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ മന്ത്രിയൊക്കെ ആയത്. പക്ഷേ അദ്ദേഹം 26ാമത്തെ വയസ്സിലോ മറ്റേ തിരുവനന്തപുരം DC പ്രസിഡന്റായിരുന്നു. അത് തിരുവനന്തപുരത്ത് വക്കം പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ള വലിയ വമ്പന്മാരായ സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരുള്ളപ്പം ഈ ചെറുപ്പക്കാരനെ അവരെല്ലാം കൂടെ ചേർന്ന് DC പ്രസിഡന്റാക്കി. കഴിവിനാണ് വിദ്യാഭ്യാസം. അദ്ദേഹം നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആളും ആയിരുന്നു. LLM അതൊക്കെ പഠിച്ചിട്ടുള്ള ആളാണെന്നുള്ളത്. നല്ല വിദ്യാഭ്യാസമുള്ള നല്ല പേരുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ അതുപോലെ കോൺഗ്രസിന് ചെയ്യേണ്ടത് മന്ത്രിസഭ രൂപീകരണത്തിലാണെങ്കിലും ഒക്കെ തന്നെ തുറക്കക്കാരൻ നല്ല എത്രയോ മിടുക്കന്മാർ കോൺഗ്രസ്സിലുണ്ട്. അവരെ കൊണ്ടുവരികയും ഈ ജനമധ്യത്തിൽ ഇനി ഒരിക്കലും ഈ ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതൊരു മോശം ധാരണ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് വരാതിരിക്കാൻ അവർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണം. അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആദ്യത്തേക്ക് നമ്മൾ നോർമലി ഒരു വലിയ ആധികാരികമായിട്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പതിവ് ചിരിയുടെ ഒരു പഞ്ചില്ല. ഒരു അദ്ദേഹം എന്താണ് അദ്ദേഹം ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാനാകും ഏതൊക്കെയോ ഭാഷ, മലയാള ഭാഷയിൽ തന്നെ മനസ്സിലാകാത്ത രീതിയിൽ ഭാഷയുണ്ട്. കുമാറുള്ള സാറിന്റെ ഭാഷ സന്ദേശ സിനിമ. അതുപോലെ എന്തൊക്കെയോ മറ്റേ വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാരകേരി. അതിൽ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അതിനകത്ത് അതായത് അദ്ദേഹം പറയുന്നത് ഈ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ തന്നെ അതിൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയനാണ് ജനം കൂടുതൽ പിന്തുണ നൽകിയത് എന്ന് പറഞ്ഞൊരു പോയിന്റ് അതിലുണ്ട്. ഈ എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ആ എക്സിറ്റ് പോളിലെ തന്നെ അങ്ങനെ ഒരു പോയിന്റ് ഉയർത്തി കാട്ടുകയും ചെയ്യുന്നുണ്ട്. വലിയൊരു വൈരുദ്ധ്യം ഉണ്ട് അതിൽ. ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അതേ ആൾ തന്നെ പറയാണ് ഈ സർവേകളിലെല്ലാം തന്നെ പിണറായി വിജയനെയാണ് എല്ലാവരും നേതാവായി അംഗീകരിക്കുന്നത്. ഇതാണ് അവരുടെ രീതി. എല്ലാ കാര്യത്തിലും ഡബിൾ ഫേസ് ആണല്ലോ. അതിൽ AI ആണെന്ന് പറയാത്ത കാര്യമായി. ഈ എക്സിറ്റ് പോൾ സർവേ മുഴുവൻ AI ആണ്, ഇത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്ന് പറയാത്തത് കാര്യമായി. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ എല്ലായ്പ്പോഴും ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കോൺഗ്രസിന് ഇനി ഒരിക്കലും ഭരണം കിട്ടാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിൽ എപ്പോഴും അടിത്തറയുണ്ട്. അവർക്ക് ശക്തമായ രീതിയിൽ താഴെത്തട്ട് മുതൽ മുകളിൽ അറ്റം വരെയുള്ള എല്ലാ സംവിധാനങ്ങളുണ്ട്. ഭംഗിയായി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ പാർട്ടിയും സർക്കാരും യോജിച്ചു പോയാൽ അത് ഗംഭീരമായിരിക്കും. ഇപ്പോൾ 2001 AK ആന്റണി മുഖ്യമന്ത്രിയായ സമയത്ത് അന്ന് KPC പ്രസിഡന്റ് K മുരളീധരനായിരുന്നു. അപ്പോൾ കരുണാകരൻ പലപ്പോഴും സർക്കാരുമായി യുദ്ധത്തിന് ഇറങ്ങിയ സമയത്ത് പോലും K മുരളീധരൻ AK ആന്റണിക്കൊപ്പം നിന്നു. സർക്കാരും KPCCയും തമ്മിൽ ഏറ്റവും നല്ല ബന്ധത്തിലാണ് അത് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ലാതെ പോകാൻ പറ്റി. 2004 തെരഞ്ഞെടുപ്പായപ്പോഴേക്കും പിന്നെ മറ്റു പ്രശ്നങ്ങളൊക്കെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് പരാജയപ്പെടുന്നു, കോൺഗ്രസിന് ലോക്സഭാ സീറ്റിലൊക്കെ നഷ്ടമാകുന്നു, അങ്ങനെയൊക്കെയാണ് രാജിക്കുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നു. പക്ഷേ
ആ ഒരു കാലഘട്ടം വളരെ ഒരു നല്ല സമയമായിട്ടാണ് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത് കേരളത്തിലെ പിൽക്കാലത്ത് ഈ കോൺഗ്രസ് നേതൃത്വത്തിൽ. അപ്പം അതുപോലെ ഇപ്പം സണ്ണി ജോസഫ് മന്ത്രിയാവുമെന്ന് അറിയില്ല, അത് അദ്ദേഹം തന്നെ KPCC പ്രസിഡന്റായി തുടരുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലും ഈ നിലവിലെ ഭേദം അവർക്ക് ഭരണം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായി കിട്ടുമെന്നുള്ള കഴിഞ്ഞിരിക്കുന്നു. മാത്രമേ അവർക്ക് ഭരണം കിട്ടുമെന്ന് ഒരു LDF പറയാതെ പറയുന്നു വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം. വിലയിരുത്താം. കാരണം ആ, ഇവരുടെ ഈ CPM-ന്റെയും CPI-യുടെയും തന്നെ പാർട്ടിക്കുള്ളിലെ തന്നെ വിലയിരുത്തൽ വന്നപ്പോഴും ഒരു തുടർച്ച അവർ അവകാശപ്പെട്ടിരുന്നില്ല. അതായത് അവർക്ക് തന്നെ ബോധ്യമാണ് തങ്ങളുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ച് പോകുന്നു എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. പക്ഷെ അത് അവർ പുറത്ത് കാര്യമായിട്ട് പ്രകടിപ്പിക്കാതെ മാനേജ് ചെയ്യും. അതിന് പിണറായി പേടി എന്ന് പറയും. ഈ കേരളത്തിൽ ഇപ്പം നിലവിൽ നമ്മളെ ഒരു മൊത്തത്തിൽ നമ്മളെയൊക്കെ സർവേ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല ചെറുപ്പക്കാർ ഇത്തവണ ജയിച്ചു വരാൻ സാധ്യതയുണ്ട് കോൺഗ്രസിലൊക്കെ. അതെ. കോൺഗ്രസിലും മറ്റു ഘടകകക്ഷികളിലൊക്കെ തന്നെ അതിൽ നല്ല മിടുക്കന്മാർ, അതൊക്കെ എത്രയോ മിടുക്കന്മാരെ ആളുണ്ട്. അവരെ വെക്കുകയും ഉദ്യോഗസ്ഥന്മാരെ ഇപ്പം നമ്മൾ തന്നെ കാണുന്നു, ഡോക്ടർ ബി അശോകിനെയും അതല്ലെങ്കിൽ മറ്റേ N പ്രശാന്തിനെയൊക്കെ പോലുള്ള ആളുകളെ ഈ സ്വന്തം അഭിപ്രായം നിലപാടുള്ളവനെ അപമാനിക്കുക, അവരെ സസ്പെൻഡ് ചെയ്യുകയും അവരെ വീട്ടിൽ ഇരുത്താൻ ഒക്കെ ശ്രമിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് മിടുക്കന്മാരെ ആളെ തന്നെ വയ്ക്കുക, അത് കൃത്യമായി നല്ല ഏകോപനത്തോടെ മുന്നോട്ട് പോകുക. എപ്പോഴും പാർട്ടിയുടെ ഒരു നിയന്ത്രണം കൂടെ ഈ മന്ത്രിമാരുടെയും സർക്കാരിൻ്റെ മേലുണ്ടാകും. അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതൊരു ഒരു അധീശത്വമല്ല, ഒരു നല്ല ബന്ധത്തിൽ പോവുകയാണെങ്കിൽ അവർക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ 5 വർഷത്തെ ഈ UDF ഭരണം കിട്ടിയിട്ട് അവർ മോശം പെർഫോമൻസ് നടത്തുകയാണെങ്കിൽ ഇനി ഒരിക്കലും UDF കേരളം വരികയില്ല. തലമുറ മാറും അപ്പോഴത്തേക്കും ഇവിടുത്തെ മാറി ചിന്തിക്കും. മാറി ചിന്തിക്കും. കാരണം 10 വർഷത്തിന് ശേഷം വരുന്ന ജനം എന്താണ്, ഒന്ന് പിണറായി ഭരണത്തെ ജനം വെറുത്തു എന്നുള്ളത്. കാരണം നമ്മളെടുത്ത സർവേയിൽ നമ്മളോട് മൈക്കിൽ പറഞ്ഞത് നമ്മളോട് സഭ്യമല്ലാത്ത വാക്കുകൾ പറഞ്ഞ ആളുകൾ വരെ ഉണ്ട്. അപ്പം എത്രത്തോളം പിണറായി വിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മൾ ഇപ്പൊ പുറത്തു വരുന്ന മറ്റ് ചാനൽ സർവേകളെക്കാൾ കൂടുതൽ നമ്മളത് ഫീൽ ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ജനം ആ ഒരു മടുപ്പിന് ജനം പ്രതീക്ഷ വെക്കുന്നത് UDF-നെയാണ്. അപ്പോൾ ആ പ്രതീക്ഷ തെറ്റിക്കാതിരുന്നാൽ എന്തുകൊണ്ടും അത് അവർക്കും ഉള്ള. അതിന് എനിക്ക് പറയാനുള്ളത്, കാരണം കോൺഗ്രസ്സുകാർ വിചാരിച്ചാൽ മാത്രമേ കോൺഗ്രസ്സിന് ഈ മന്ത്രിസഭ അല്ലെങ്കിൽ ഈ സർക്കാരിന് ഭാവിയിൽ വരാൻ ഇവിടെ സർക്കാരിനെ മോശക്കാരാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നല്ല അഭിപ്രായം ഘടകകക്ഷികളൊക്കെ എല്ലാവരും ഒപ്പമുണ്ട്, നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വരും എന്നുള്ള ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. വലിയ മൃഗീയ ഭൂരിപക്ഷമൊന്നും ഇല്ലെങ്കിലും തരക്കേടില്ലാത്ത ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ നന്നായി കൊണ്ടുപോയി ഭംഗിയായി പോകും. അതിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അടി നിർത്തി എന്നുള്ളതും ഏതാണ്ടൊരു തമ്മിൽ തല്ലി നിർത്തി, ഈ ആവശ്യമില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ ചക്രത്തി പോരാട്ടമൊക്കെ നിർത്തി എന്ന് തന്നെയാണ് വരുന്നത്. കാരണം എല്ലാവരും ഒരു ആത്മവിശ്വാസം അവർക്ക് ഇതിലൂടെ നേടാൻ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.